Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി അങ്കമാലി നഗരസഭ. അങ്കമാലി ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗാ ദിനാചരണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. യോഗയെ അംഗീകരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യോഗ പരിശീലനം വളരെ ഭംഗിയായി നടത്തുകയാണ്. ടെലിവിഷനിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ പലരും യോഗ പരിശീലനം നടത്തുന്നു. മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വലിയ ഒരു അഭ്യാസമാണ് യോഗ. അത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ കുറച്ച് നാളുകൾ കൊണ്ടോ കുറേയൊക്കെ നമുക്ക് ശീലിക്കാമെങ്കിലും അതിന്റെ പൂർണ്ണമായ പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ജീവിതത്തിൽ ഉടനീളം നടക്കേണ്ടതാണ്. നമ്മുടെ മഹർഷിമാര് നമുക്ക് സംഭാവന ചെയ്ത ഒരു അഭ്യാസമാണ്. അത് അതിന്റെ തനതായ രീതിയിൽ അതിന് പൂർണ്ണമായ രീതിയിൽ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ താമസം തന്നെ ആവശ്യമാണ്. മറ്റു പല അഭ്യാസങ്ങളും പോലെ തിരക്കും പിടിച്ച് ചെയ്യാവുന്ന കാര്യമല്ല. വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി മനസ്സിനെ ഏകാഗ്രതയിൽ നിർത്തിക്കൊണ്ട് ആണ് പ്രയോഗത്തിൽ ചെയ്യാൻ. എല്ലാ തിരക്കിട്ട് ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ അത് ഒഴിവാക്കിയിരിക്കുന്നത്. ഞാനിന്നൊന്ന് പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പറയാൻ കഴിയുന്നത്. കുറച്ച് നാൾ 5-6 മാസം യോഗ പരിശീലനത്തിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ആസനങ്ങളൊക്കെ എനിക്ക് പറയാം. അത് വളരെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ തോതിൽ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളെല്ലാവരും ചെറിയ തോതിലെങ്കിലും ഇത് പരിശീലിച്ചിരിക്കുന്നത് വളരെ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന താൽക്കാലികമായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, സന്ധിവേദനകൾ അല്ലെങ്കിൽ മറ്റു പല അത്തരമുള്ള അസ്വസ്ഥതകൾക്ക് പോലും ഇത് വളരെ പരിഹാരമാണ്, നല്ലൊരു പരിഹാരമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഇത് നോക്കേണ്ട ഒരു സന്ദേശം മാത്രമാണ്. തുടർന്ന് സുപ്രിയയുടെ ക്ലാസ്സുകൾ വേണമെന്നില്ല, പ്രാദേശികമായിട്ട് പലരും യോഗ പരിശീലിപ്പിക്കുന്നുണ്ട്. നമുക്ക് എവിടെയാണോ സൗകര്യം അവിടെ പോയി ഈ യോഗ പരിശീലിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനും എല്ലാവരും ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും വലിയ പ്രചാരകൻ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം മുൻകൈയെടുത്തതിന് ശേഷമാണ് ഇത്രയേറെ പ്രചാരം ഇതിന് വന്നതും ലോകം തന്നെ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളൂ. എന്തായാലും യോഗാ ദിനം വളരെ ഭംഗിയായി നമുക്ക് ഇതിലൂടെ ആചരിക്കേണ്ടതും തുടർന്ന് ജീവിതത്തിൽ അത് ഭാഗമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. യോഗ പരിശീലക സുപ്രിയ KS നേതൃത്വത്തിൽ നഗരസഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് യോഗ പരിശീലനം നൽകി. നഗരസഭ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളെ ആ ഡിസ്റ്റർബൻസ് ഒക്കെ ആവുന്ന സന്ദർഭത്തിൽ ഇവരോട് ഞാൻ പറയും 15 മിനിറ്റ് നമുക്കൊരു യോഗ, ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്യാം എന്ന് പറയും. അങ്ങനെ കണ്ണുകളൊക്കെ അടച്ച് കണ്ണുകൾ അടക്കാൻ പറയും. അപ്പൊ തന്നെ ടീച്ചറെ ഞങ്ങൾക്ക് ഉറങ്ങാനോ നോക്കും. കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ശാരീരിക തലത്തിലെ, അതായത് യോഗ എന്ന് പറയുമ്പോൾ ഒത്തിരി 195 സൂത്രങ്ങളിലൂടെ കടന്നുപോയി അഷ്ടാംഗ യോഗം എന്ന് കൂടി ഇവിടെ നമ്മുടെ സുപ്രിയ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ട്രെയിനർ ഇരിക്കുന്നുണ്ട്. സുപ്രിയ കഴിഞ്ഞ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് നല്ല നല്ല ആസനങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ 195 സൂത്രങ്ങളിലൂടെ ആസനങ്ങൾ, പ്രാണായാമങ്ങൾ, ഓരോ കാര്യങ്ങളിലൂടെയും കടന്ന് നമ്മൾ പരമാത്മാവിനെ കാണുന്ന ഒരു പ്രക്രിയ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാം, ഗന്ധം, കണ്ണ്, കാഴ്ച, കേൾവി, കനസ്തെറ്റിക്, സ്പർശം, ഇതെല്ലാത്തിലൂടെ കടന്നുപോയി
യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി.വൈ. ഏലിയാസ്, ജാൻസി അരീക്കൽ, റോസിലി തോമസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ എ.വി. രഘു, കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ, ലിസി പോളി, ജിത ഷിജോയ്, ബാസ്റ്റൻ ഡി പാറക്കൽ, ലേഖ മധു, മോളി മാത്യു, സന്ദീപ് ശങ്കർ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലത പി.ജി., ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു ദിവാകരൻ, ഹെൽത്ത് സൂപ്പർവൈസർ അനിൽ ആർ, കില റിസോഴ്സ് പേഴ്സൺ പി. ശശി എന്നിവർ സംസാരിച്ചു. പരിശീലന ക്ലാസ്സിൽ ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.